ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ വീഡിയോ ഫിനിവിറ്റ്യൂഡ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ ഫ്രണ്ട്സിനായിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പം കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. അത് എക്സാംസിൻ്റെ ഒക്കെ പുറകെയായിരുന്നു. ഇനി മുതൽ ഞാൻ കറക്റ്റായിട്ട് വീഡിയോസ് എല്ലാം ചെയ്യും ഫ്രണ്ട്സ്. അതുകൊണ്ട് ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഫ്രണ്ട്സ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഫ്രണ്ട്സ് വീഡിയോയിലേക്ക് പോവാം. ഫ്രണ്ട്സ്, നിങ്ങൾ ആ തമ്പനയിൽ കണ്ടിട്ടുണ്ടാകും എന്താണ് വീഡിയോ എന്ന്. അപ്പം നമ്മുടെ ഫോണിൽ ഒരാൾ ഒളിച്ചു കിടപ്പുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോണിൽ ഒരു ക്യാമറ ഒളിച്ചു കിടപ്പുണ്ട്. അപ്പം നമ്മൾ വിചാരിച്ചുണ്ടായിരിക്കാം ചിലപ്പം അത് പുതിയ ഫോൺസിൽ മാത്രമേ കാണുന്നു. പക്ഷേ നമ്മുടെ എല്ലാവരുടെ ഫോണിലുള്ള ആ ആപ്ലിക്കേഷൻ മിക്ക പേർക്കും അറിയില്ലായിരിക്കും. പക്ഷേ ചില പേർക്ക് അറിയായിരിക്കും. ആപ്ലിക്കേഷൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ ഗൂഗിൾ ലെൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇപ്പം എന്തെങ്കിലും സെർച്ചിങ്ങോ അങ്ങനെ കാര്യങ്ങളോ എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ നമുക്ക് ആ ഗൂഗിൾ ലെൻസ് ഉപയോഗിച്ച് നമുക്ക് സെർച്ചിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഗൂഗിളിൽ വോയിസ് ഒക്കെ നമ്മൾ കൊടുത്ത് സെർച്ച് ചെയ്യാറൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് നമ്മുടെ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സെർച്ച് ചെയ്തെടുക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മൊബൈലിലെ ക്യാമറ ഉപയോഗിച്ച് തന്നെ നമുക്ക് ഓരോ ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റിനെ പറ്റിയോ അതോ എന്തെങ്കിലും ഒരു സാധനത്തിനെ പറ്റിയോ നമുക്ക് ഈ ഗൂഗിൾ ലെൻസ് ഉപയോഗിച്ച് നമുക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഗൂഗിൾ ലെൻസ് എങ്ങനെയാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. ഫ്രണ്ട്സ്, ഒക്കെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ഗൂഗിൾ ലെൻസ് നമുക്ക് എടുക്കാനുള്ള പല വഴിയുണ്ട്. അപ്പോൾ നമ്മുടെ ഫോണിൽ തന്നെ നമുക്ക് ഗൂഗിൾ ലെൻസ് ഒളിച്ച് കിടപ്പുണ്ട്. അത് മിക്ക പേർക്കും അത് അറിയില്ലായിരിക്കും. പക്ഷേ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഗൂഗിൾ ലെൻസ് എടുക്കേണ്ടതെന്ന്. അപ്പം നമ്മുടെ ഫോണിൻ്റെ ഇവിടെ ഒരു ഹോം ബട്ടണുണ്ട്. അപ്പം ഇപ്പോൾ ഹോം ബട്ടന് എല്ലാ ഫോണുകളിലും ഉണ്ട്. അപ്പം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഹോം ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് പിടിക്കുക. അപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇങ്ങനൊരു ഇൻ്റർഫേസ് വന്നിട്ടുണ്ട്. അത് അവിടെ ഒരു ക്യാമറയുടെ ഒരു സിമ്പലുണ്ട്. അപ്പോൾ ആ ക്യാമറയുടെ സിമ്പലിലൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ തന്നെ അവിടെ ക്യാമറ പോയിൻ്റ് അങ്ങനെ ഹോൾഡ് സ്റ്റഡി എന്നൊക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ടിപ്പ് എന്നൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗൂഗിൾ ലെൻസ്. അപ്പം നിങ്ങൾക്ക് ഇവിടെ തന്നെ ഇവിടെ കാണുന്നുണ്ട്, ഇവിടെ ഗൂഗിൾ ലെൻസ് എന്ന് എഴുതി കാണിക്കുന്നത്. അപ്പം നമുക്ക് ഇതിൽ എന്തെങ്കിലും ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ക്യാമറ യൂസ് ചെയ്തൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. അപ്പം ഇവിടെ ഒരു സെക്രട്ടറിയുടെ ഒരു ബുക്കുണ്ട്. അപ്പോൾ നമുക്ക് ഈ സെക്രട്ടറിയുടെ പടം ഒന്നൊന്ന് സ്കാൻ ചെയ്ത് നോക്കാം. അപ്പോൾ സെക്രട്ടറിയുടെ പടം സ്കാൻ ആയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് അവിടെ സെക്രട്ടേറിയറ്റ് എവിടെയാണ്, അതുപോലെ തന്നെ എൻ്റെ വിക്കിപീഡിയയിൽ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം കാണിക്കുന്നുണ്ട്. അങ്ങനെ കുറേ അതിൻ്റെ ഫോട്ടോസും ഇമേജസും അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം കാണിക്കുന്നുണ്ട്. അങ്ങനെ അവിടുത്തെ ഫോൺ നമ്പരും അതുപോലെ തന്നെ അതിൻ്റെ വെബ്സൈറ്റും കാര്യങ്ങളും എല്ലാം കാണിക്കുന്നുണ്ട്. അങ്ങനെ വളരെയധികം ഉപകാരമുള്ളൊരു ആപ്ലിക്കേഷനാണ് ഈ ഗൂഗിൾ ലെൻസ്. എന്താണെന്ന് ചോദിച്ചാൽ പല ആളുകളും ഞാൻ കണ്ടിട്ടുണ്ട് ഇതിൻ്റെ വോയിസ് ബാറിൽ ക്ലിക്ക് ചെയ്തിട്ട് വോയിസ് പറഞ്ഞ് എടുക്കുന്നത്. അപ്പം അത് പലപ്പോഴും അത് കറക്റ്റ് ആവാറില്ല. എന്താണെന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു സാധനം പ്രോഡക്റ്റോ അതോ നമ്മൾ എന്തെങ്കിലും ഒരു സ്ഥലപ്പേരോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ സെർച്ച് ചെയ്യുക കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിൽ പല തെറ്റുകളും സംഭവിക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഗൂഗിൾ ലെൻസ് ഉപയോഗിച്ചാൽ നമുക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്തിൻ്റെ ബോർഡോ കാര്യങ്ങളോ നമുക്ക് ഈ ക്യാമറ ഉപയോഗിച്ച് എടുത്താൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് ആ സ്ഥലത്തിൻ്റെ പേരോ അതുപോലെ തന്നെ ആ പ്രോഡക്റ്റിൻ്റെ പേരോ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നമുക്ക് ഏത് സാധനം വേണമെങ്കിലും നമുക്ക് ഈ ഗൂഗിൾ ലെൻസ് ഉപയോഗിച്ച് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു ഹെഡ്സെറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഹെഡ്സെറ്റ് നമുക്ക് എന്താണെന്നൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഹെഡ്സെറ്റ് നോക്കുകയാണ്. അപ്പോൾ ഹെഡ്സെറ്റ് എന്താണെന്ന് കണ്ടോ, ഈ എയർപോർട്സ് എന്ന് കാണിക്കുന്നുണ്ട്. പക്ഷേ ഇത് ഹെഡ്സെറ്റാണ്. പക്ഷേ ഹെഡ്സെറ്റിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പം നമുക്കിത് ഏത് കമ്പനിയുടെ ഹെഡ്സെറ്റ് ആണെന്നും കാര്യങ്ങളൊക്കെ അവിടെ കാണിക്കുന്നുണ്ട്. അങ്ങനെ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് ഇത്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ വീഡിയോ കാണല്ലോ ഫ്രണ്ട്സ്. ചില കൂട്ടുകാർക്ക് ഇത് അറിയില്ലായിരിക്കും ഈ കാര്യം, പക്ഷേ ചിലവർക്ക് ഇതിനെപ്പറ്റി അറിയായിരിക്കും. പക്ഷേ ഈ ആപ്ലിക്കേഷൻ മിക്കവരും ഞാൻ കണ്ടിട്ടുള്ളത് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുന്നതാണ്. അതിനേക്കാളും നല്ല നമ്മുടെ ഫോണിൽ തന്നെ ഇത് ഒളിഞ്ഞു കിടപ്പുണ്ടെന്നുള്ള ഒരു രഹസ്യമാണ്. അപ്പോൾ നമുക്ക് ഈ ഫോണിൽ നിന്ന് തന്നെ ഇങ്ങനെ നമുക്ക് പല സമയത്ത് നമുക്ക് ഈ ആപ്ലിക്കേഷൻ യൂസ്ഫുൾ ആയിട്ട് വരും. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പം ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം ഫ്രണ്ട്സ്. ഇറ്റ്സ് മീ ഇന്നോവേറ്റീവ് ഡൂഡ് ആൻഡ് ബൈ.